കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാന പങ്കിടൽ വിഷയത്തിൽ DK ശിവകുമാർ സിദ്ധരാമയ്യ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുന്നതിനിടെ ഭരണകക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പുതിയ പ്രതിസന്ധി കൂടി. നിയമസഭയിലെ യുവ MLA-മാരുടെ ഒരു വിഭാഗം നേതൃത്വത്തിനയച്ച കത്താണ് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. 38 യുവ MLA-മാരാണ് പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ പുതിയ ആവശ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. തങ്ങളിൽ നിന്ന് കുറഞ്ഞത് 5 പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്നാണ് യുവ MLA-മാരുടെ സംഘം ആവശ്യപ്പെടുന്നത്. 2023 തെരഞ്ഞെടുപ്പിൽ BJP ഭരണത്തിനെതിരെ കോൺഗ്രസിന് ശക്തമായ പിന്തുണ ലഭിച്ചത് യുവജനങ്ങളുടെ സജീവ പങ്കാളിത്തം മൂലമാണെന്നും മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ആ യാഥാർത്ഥ്യം അവഗണിക്കപ്പെട്ടുവെന്നും MLA-മാർ ചൂണ്ടിക്കാട്ടുന്നു. 2023 വിജയം പുതുമയും യുവത്വവും നിറഞ്ഞ നേതൃത്വത്തിനുള്ള എന്നതാണ് യുവ സാമാജികരുടെ വാദം. എന്നാൽ നിലവിലുള്ള 34-അംഗ മന്ത്രിസഭയിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം ലഭിച്ചില്ലെന്ന പരാതിയും കത്തിൽ ഉന്നയിക്കുന്നു. 5 യുവ MLA-മാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് പരിചയവും യുവത്വവും ഒരുമിച്ച് ചേർന്ന ഭരണത്തിന് വഴിയൊരുക്കുമെന്നും അവർ പറയുന്നു. പല സംസ്ഥാനങ്ങളിലും ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരുമാക്കുന്ന പ്രവണതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്ന MLA-മാർ പരിചയക്കുറവ് എന്ന കാരണത്താൽ തങ്ങളെ മാറ്റി നിർത്തരുതെന്നും ആവശ്യപ്പെടുന്നു. മല്ലികാർജുൻ ഖാർഗെയ്ക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും കത്ത് കൈമാറിയിട്ടുണ്ട്. ഇതിനിടെ സിദ്ധരാമയ്യ DK ശിവകുമാർ പോര് ശക്തമാകുന്നുവെന്ന വിലയിരുത്തലുകൾക്കും ഇടയുണ്ട്. തന്നെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന സിദ്ധരാമയ്യയുടെ പരാമർശങ്ങൾ DK ശിവകുമാറിനെ ലക്ഷ്യമിട്ടതാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഈ പശ്ചാത്തലത്തിൽ യുവ MLA-മാരുടെ ഇടപെടൽ കർണാടക കോൺഗ്രസിനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ്.